അപ്പൂപ്പ, പുട്ടാലു അമ്മാവൻ്റെ ഗുഹയിൽ നിന്ന് ഒരു കലം കിട്ടി. കഞ്ഞി വയ്ക്കാൻ ബെസ്റ്റാ. മണ്ട, ഇത് കഞ്ഞി വയ്ക്കാനുള്ള കലമല്ല, ഇത് മെസ്സേജ് കലമാ. മെസ്സേജ് കലമോ? അതെ, ഇതു തലയിൽ കമഴ്ത്തി മറ്റുള്ളവർക്കുള്ള മെസ്സേജ് അയക്കാം. പറയുന്ന കാര്യം കുടം ഓർമ്മിച്ച് വയ്ക്കും. എന്നിട്ട് മെസ്സേജ് കിട്ടേണ്ടയാളുടെ അടുത്തു ചെന്ന് പറയും. ഹിഹിഹിഹി, അത് കൊള്ളാമല്ലോ. കാണിച്ചു തരാം. എടാ കുട്ടൂസനാ പറയുന്നത്, നീ പോയി ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവാടാ. ലുട്ടാപ്പിക്ക്. ഹിഹിഹിഹി. ദാ കലം പറന്നു വരുന്നു. എടാ കുട്ടൂസനാ പറയുന്നത്, നീ പോയി ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവാടാ. ദാ കണ്ടോ, മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ കലം തിരിച്ചെത്തും. ഒരു കാര്യമേ ശ്രദ്ധിക്കാനുള്ളൂ, കലം തലയിൽ നിന്ന് എടുത്താൽ മെസ്സേജ് കിട്ടേണ്ട ആളുടെ പേരും പറയണം. അപ്പൂപ്പ, നമുക്ക് കലം വഴി ആ പിള്ളേരെ 2 ചീത്ത വിളിച്ചാലോ? ഹിഹിഹിഹി, നല്ല ഐഡിയ. ചാത്തന്മാരായാൽ ഇങ്ങനെ വേണം. കുടം ഇങ്ങു താ അപ്പൂപ്പ. ലുട്ടാപ്പിയാടാ പറയുന്നത്, നിന്നെയൊക്കെ ഞാൻ ചവിട്ടി അരച്ച് മൂക്കിനിടിച്ച് പിന്നെ തലയിൽ ചെളിവെള്ളം ഒഴിക്കും. മതിയടാ മതി. ഹിഹിഹിഹി. ഹാവൂ, കുറച്ചു ചീത്ത പിടിച്ചപ്പോൾ എന്തൊരു ആശ്വാസം. ഇനി ആ പുട്ടാലു അമ്മാവന് 2 ചുട്ട മെസ്സേജ് കൊടുക്കണം. മണ്ട, ആദ്യം ഇതിൻ്റെ അഡ്രസ്സ് പറയടാ. അയ്യോ, ദേ പോയി. ഈ മെസ്സേജ് ആർക്കാണെന്നു പറയണ്ടേ? നീ പുട്ടാലുവിൻ്റെ പേര് പറഞ്ഞില്ലേ? അതുകൊണ്ട് മെസ്സേജ് പുട്ടാലുവിനാ പോയത്. ചതിച്ചോ? ലുട്ടാപ്പിയാടാ പറയുന്നത്, നിന്നെയൊക്കെ ഞാൻ ചവിട്ടി അരച്ച്. ദേ കുടം തിരിച്ചു വന്നു. പിന്നാലെ പുട്ടാലവും ഉണ്ടടാ. ഒഴിക്കടാ, തലയിൽ ചെളിവെള്ളം ഒഴിക്കാൻ. ലുട്ടാപ്പിക്ക് കണക്കിനു കിട്ടി. അയ്യോ.